കായികമേള തിരുവനന്തപുരത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിന് എത്തുന്നവരുടെ ഐറ്റങ്ങളൊക്കെ ചിലപ്പോൾ വൈകി പോവാം അല്ലേ, പിന്നെ കൂടെ എത്തുന്നവർക്ക് ബോറടിക്കാം. എന്നാൽ ഈ കായികമേളയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. കാരണം ഇത്തവണ അതിനൊരു പരിഹാരമുണ്ട്. ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ട് ഒരു ചിത്ര പ്രദർശനശാല ഒരുക്കിയിട്ടുണ്ട്. ഈ ചിത്ര പ്രദർശനശാലയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന മത്സരങ്ങളുടെ പേപ്പർ കട്ടിങ്സുകളാണുള്ളത്. വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാകത്തക്ക രീതിയിലുള്ള പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു സൈഡില് ഗെയിംസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഗെയിംസ് കളിക്കാം. ഗെയിംസ് കളിക്കുക മാത്രമല്ല സമ്മാനവും നേടാം. സംസ്ഥാന കായികമേളയുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു പ്രദർശനശാല പുത്തിരിക്കണ്ട മൈതാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 10 വർഷം കായിക മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും അതുപോലെ കഴിഞ്ഞ വർഷമാണ് ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള സംഘടിപ്പിച്ചത്. അതിൻ്റെ ചിത്ര പ്രദർശനവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ കായികമേളയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇനങ്ങളെക്കുറിച്ചുള്ള പ്രദർശനം, അതുപോലെ തന്നെ നാടൻ കളികളെക്കുറിച്ച് നമ്മുടെ പുതിയ ജനറേഷന് മനസ്സിലാവാത്ത പല നാടൻ കളികളും നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ, ഒരു പ്രദർശനം നമ്മൾ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗെയിം സോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10ഓളം ഗെയിമുകൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന സമയത്ത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പ്രദർശനവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗെയിം സോണും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്ന രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ വളരെയധികം ഇത് കണ്ടതിന് ശേഷം വളരെ നല്ല അഭിപ്രായത്തോടു കൂടിയാണ് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതെന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റം, വിദ്യാർത്ഥി സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ സ്കൂൾ ഗെയിംസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വലിയ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളുടെ ചിത്രങ്ങൾ, അങ്ങനെ തുടങ്ങി വളരെ വിപുലമായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഫുഡ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും കലാപരിപാടികൾ ഇവിടെ തന്നെ ഒരു വേദിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ വരുന്ന കുട്ടികൾ അതൊന്ന് ആസ്വദിച്ചിട്ട് പോകാൻ, ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം കലാവിരുന്ന് കൂടി ഒന്ന് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന തരത്തിൽ നല്ല കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്.